ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മിജുമിദാസ്കാസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സിമെൻറ്റിൻ്റെ സ്റ്റൂൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സിമെൻറ്റ്, മണൽ, പിന്നെ ആറ്റുമണലാണ് എടുത്തത്. അതിൻ്റെ ചേരലുണ്ടാവില്ലേ, അരിച്ചൊഴിവാക്കുന്നതാണ് ഞാൻ കുറച്ച് കൂടുതലെടുത്തത്. അപ്പം അത് ഒരു ചട്ടി സിമെൻറ്റിന് 2 ചട്ടി പൂഴി എന്ന കണക്കാണ്. എന്നിട്ട് ഒരു പഴയ ബക്കറ്റിൽ നമ്മൾ വേസ്റ്റായ എണ്ണ തടവി കൊടുത്താൽ മതി താഴെ. ഇത് നന്നായിട്ട് കലക്കിയത് ഇത്രയും ലൂസിൽ മതി നമുക്ക്. ഇത് ഒഴിച്ച് കൊടുക്കാം, ഈസി. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തും കൊടുക്കണം, കാരണം അതിൻ്റെ ഇടയിൽ എയർ ബബിൾസ് നിന്നിട്ട് പിന്നെ ഫുള്ള് ഫില്ലാവാതായി പോകും. അതുകൊണ്ട് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മളെ പണി കഴിഞ്ഞു. പിന്നെ നമ്മളെ PVC പൈപ്പ് ഉണ്ടാവില്ല, അത് ഒരേ ലെവലിൽ 3 മുറിച്ചെടുക്കുക, ഒരേ അളവിൽ. PVC പൈപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും മോപ്പിൻ്റെ കഷ്ണം എന്ന പീസോ അല്ലെങ്കിൽ മരത്തിൻ്റെ റീപ്പറോ കട്ടിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും 3 കാലായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് അതിന് വേണ്ട ലെവലിൽ നമുക്ക് ഇത് സിമെൻറ്റ് ഒഴിച്ച് കൊടുക്കാം. എത്ര കട്ടിയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് സിമെൻറ്റ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ 3 കാല് 3 ഡിവൈഡായിട്ട് ഒരേ അളവിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി, അത് വന്നോളും. അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ടാപ്പ് വെച്ചിട്ട് ടാപ്പിനെ 3ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഓരോ ഭാഗം എടുത്തിട്ട് ഓരോ പെന്ന് വെച്ചിട്ട് അളവ് വെച്ച് കൊടുക്കുക. പോയിൻ്റ് ഇട്ട് കൊടുക്കുക, അവിടെ മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗത്ത് കാല് വെച്ചിട്ട് ഇതുപോലെ മാസ്കിങ് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. നിങ്ങൾക്ക് സ്റ്റൂളിന് കട്ടി എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഈ നമ്മുടെ ബക്കറ്റോ എന്തിലേക്കാണ് ഒഴിക്കുന്നത് അതിൻ്റെ ഒരു ഉയരം കണക്കാക്കിയിട്ട് ലെവലിൽ ഒന്ന് പെന്ന് വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ പിന്നെ അതുവരെ സിമെൻറ്റ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് മോളുണ്ടാക്കിയതാണ്. ഞങ്ങൾ ചെയ്യുമ്പോൾ അവളും കലക്കിയിട്ട് ഒരു ചെറിയ ട്രെയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ കാല് നീങ്ങിപ്പോകുന്നതിന് പേപ്പർ വെച്ചിട്ട് ഞാൻ പേപ്പറിൽ 4 ഹോൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. പിന്നെ 3 ദിവസം ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കമിഴ്ത്തിയിട്ട് എടുക്കുമ്പോൾ പണി തീർന്നു, അത് സ്റ്റൂളായിട്ട് കിട്ടും നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്ത് എവിടെയാണോ വേണ്ടത് അവിടെ നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയാണ്, എവിടെ വെച്ചാലും അതൊരു ഭംഗി വേറെ തന്നെയാണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്കും മനസ്സിലാവും. അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉപയോഗം, ഒരുപാട് ഉപയോഗമുണ്ട് നമുക്കിതിന്. അപ്പോൾ ഇത് ഞാൻ സ്ക്വയർ മോളാക്കിയത് കൊണ്ട് വെറുതെ അതിൻ്റെ കാല് വലിയ ലെവലൊന്നും ആയില്ല. ഇതാണ് നമ്മളെ മെയിൻ വലിയ സ്റ്റൂള്. അപ്പോൾ ഇതിനെ ഒന്ന് വെള്ളം കമിഴ്ത്തിയിട്ട് ഇതുപോലെ കമിഴ്ത്തി വെക്കുക. അപ്പോൾ ബക്കറ്റോട് കൂടി കമിഴ്ത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കമിഴ്ത്തിയാൽ മതി. എന്നിട്ടിങ്ങനെ വലിക്കുമ്പോൾ ചിലപ്പോൾ വരില്ല, അപ്പോൾ പിന്നെ പൊട്ടിക്കാൻ നിൽക്കണ്ട. ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചു. ചൂടുവെള്ളം ഒഴിക്കാറുണ്ട്, വരാറില്ല ഒന്നും ഇതുവരെ. ഞാൻ ഇത് കുറേ സ്റ്റൂളായി ഉണ്ടാക്കുന്ന, ഇവിടെ എല്ലായിടത്തും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഞാൻ വേറെ ഡിസൈൻ ചെയ്തൊരു ബക്കറ്റാണ്, അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ അകത്തൊക്കെ സിമെൻറ്റ് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. നല്ല ഫിനിഷിങ്ങുള്ള, അകത്ത് നല്ല ഫിനിഷിങ്ങുള്ള ബക്കറ്റാണെങ്കിൽ ഒന്നും ഒട്ടി പിടിക്കില്ല. അതുകൊണ്ട് തന്നെ വലിയ ഫിനിഷിങ് ഈ സ്റ്റൂൾ വന്നിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ എടുത്താൽ മതി, ചൂടുവെള്ളം തിളക്കുന്ന വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ എടുത്താൽ മതി. അപ്പം നല്ല റെഡിയിൽ വന്നോളും. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വേറെ തന്നെ എടുത്തതാണ്. ഇതിൻ്റെ പൈപ്പൊക്കെ കുറച്ച് നേരെയായി. ഇതിന് മുമ്പ് ഞാൻ ചെയ്തത് നല്ല കട്ടിയുള്ള കുറച്ച് പൈപ്പൊക്കെയാണ് ഇട്ടത്. ഇത് 1/2 ഇഞ്ച് പൈപ്പാണെന്ന് തോന്നുന്നത്, 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഞാൻ ഇട്ടത്. അപ്പോൾ നല്ല സ്റ്റൂള് 3 വേറൊരു ചെറിയ ബക്കറ്റിൽ ബാക്കി വന്ന സിമെൻറ്റ് ഞാൻ ഒഴിച്ച് വെച്ചിരുന്നു. പിന്നെ അത് ആ മോളുണ്ടാക്കിയെന്ന് അറിയില്ല, അങ്ങനെ 3 ഉണ്ടാക്കി. ഇതിപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാൽ തികയാതെ വരുന്നല്ലാണ്ട് ഇത് എവിടെയും അധികമായില്ല. എവിടെയെങ്കിലും വരുന്ന സ്ഥലത്ത് സ്റ്റെയറിൻ്റെ അവിടെ ഒക്കെ ഒന്ന് വെച്ചിട്ട് എന്തെങ്കിലും നമ്മുടെ ക്രോക്കറിയോ അല്ലെങ്കിൽ ചെടികളോ എന്ത് വെച്ചാലും, കുറച്ച് ബുക്സ് അതിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ എല്ലാം ഭംഗി തന്നെയാണ്, നല്ല രസമാണ് ഇങ്ങനെ ഉണ്ടായിട്ട് കാണാൻ. പിന്നെ നമ്മൾ പ്രൈമർ അടിച്ചിട്ട് അതിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് സിമെൻറ്റ് അടിച്ച് കൊടുത്തിട്ട് അങ്ങനെയും മതി. അതാണെങ്കിൽ വെള്ളം ഒഴിക്കണം. എന്നിട്ട് മോളാണ് പെയിൻറ്റ് അടിക്കുന്നത്, അവൾക്ക് അടിക്കണം എന്നിട്ട്. എത്ര ചെറിയ കുട്ടികൾക്കും ചെയ്യാവുന്ന ഈസി പരിപാടിയാണിത്. നമുക്കിപ്പോൾ കാർപ്പൻറ്ററൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റൂളാക്കി എടുക്കാൻ വളരെ ചിലവുണ്ട്. ഇതാണെങ്കിൽ ചെറിയ ചിലവാണ്. എന്നിട്ട് നമുക്കിതുപോലെ സൈഡ് ടേബിളായിട്ടോ എങ്ങനെയും ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിക്കാം. വല്ലാത്തൊരു ഭംഗിയാണ് അതിൻ്റെ മേലെ എന്ത് വെച്ചിട്ട് കാണാൻ. കാരണം ചെറിയ റൗണ്ട് സ്റ്റൂളല്ലേ, അപ്പോൾ അത് കുറേ ടൈപ്പിൽ. ഇത് ചെറുതാണ് ടൈപ്പിൽ. ഞാൻ താഴെ ഗോൾഡ് പെയിൻറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു കാലിൻ്റെ താഴെ അങ്ങനെ കൊടുത്തു, അപ്പോൾ ബോർഡർ കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പെയിൻറ്റൊക്കെ നിങ്ങളിഷ്ടമാണ്.
എനിക്ക് വൈറ്റ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെ ഒന്ന് ഇതാ വുഡ് കളർ കൊടുത്തിരുന്നു. ഇത് കുഞ്ഞു സ്റ്റൂളാണ്. ഇത് ജനലിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിലൊരു ചെടിയൊക്കെ വെച്ചാലും ജനലിൽ നിന്ന് നമുക്ക് നേരിട്ട് ലൈറ്റും കിട്ടും, നല്ല ഭംഗിയാണ് കാണാൻ. ഇതുപോലെയുള്ള ഐറ്റംസ് എന്തെങ്കിലും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. എന്ത് വേണമെങ്കിൽ നമുക്കിതിൻ്റെ മേലെ വെക്കാം. മൾട്ടി പർപ്പസാണ്. എവിടെയും നമുക്കിത് കിച്ചണിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു മൾട്ടി പർപ്പസായ ഒരുപാട് ഉപയോഗമുള്ളൊരു സ്റ്റൂൾ തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു വെക്കുക. അപ്പോൾ അടുത്ത് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരെ. അസ്സലാമു അലൈക്കും.